ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. സൈപ്രോയിൽ CSIR നെറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 ഇയർ ആയിരിക്കും ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, അതുപോലെ തന്നെ ലൈവ് എക്സാമിനേഷൻസ്, ലൈവ് അസസ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ CSIRൻ്റെ സിലബസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ. 14 യൂണിറ്റ്സ് ആണ് ഇനി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് എ, പിന്നെ ഈ ഒരു 14 യൂണിറ്റ്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 9 തൊട്ട് 10 യൂണിറ്റ്സ് എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് CSIR JRF നമുക്ക് നേടാം. ഓക്കെ, ഇനി നിങ്ങൾ ചിലപ്പോൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിതിൽ 3 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് JRF, നമുക്ക് PhD ചെയ്യാം ഫെലോഷിപ്പോടെ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ. അറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് അതിനെപ്പറ്റി പറഞ്ഞു തരാം. ഓക്കെ, ചോദിച്ചാൽ മതി നിങ്ങൾ. പിന്നെ നെറ്റ്, നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കയറണമെങ്കിൽ നമുക്ക് നെറ്റ് അത്യാവശ്യമാണ്. ഓക്കെ, അതിപ്പോൾ പെർമനൻറ്റ് പോസ്റ്റ് ആയാലും ടെമ്പററി പോസ്റ്റ് ആണെങ്കിലും നെറ്റ് ഉണ്ടെങ്കിലാണ് നമുക്കത് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷനും കൂടി CSIR പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യാം, പക്ഷെ അതിന് നമുക്ക് ഫെലോഷിപ്പ് ഇല്ല. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാർക്ക് വൈസാണ് നമ്മളിത് ഏത് കാറ്റഗറിയിലായിട്ടാണ് പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് മാത്രം മതിയെങ്കിൽ അത് മാത്രം നമ്മൾ ഓപ്ഷൻ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് JRF, അതിൽ താഴെയാണെങ്കിൽ നെറ്റ്, പിന്നെ അതിൽ താഴെയാണെങ്കിൽ അതായത് നമ്മൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ, അതായത് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ PhD ചെയ്യണമെങ്കിൽ അവരുടെ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ പല പല യൂണിവേഴ്സിറ്റിയിലും എന്തായിരിക്കും, അതിൻ്റെ സിലബസും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് CSIR ഇൻട്രൊഡ്യൂസ് ചെയ്തത്. PhDക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള കുട്ടികൾക്ക് അതായത് ഫെലോഷിപ്പ് ഇല്ലാതെ, മനസ്സിലായോ. അതായത് നമുക്ക് ഫെലോഷിപ്പ് വേണമെങ്കിൽ JRF നേടണം, കുറച്ചധികം മാർക്ക് വേണം. നമ്മളിപ്പോൾ ജസ്റ്റ് പാസ് അല്ലേ, ഒരു 33%, അതിലും കുറച്ചൊക്കെ നേടുന്നത് എന്താണ്, നമുക്ക് PhD വിത്തൗട്ട് ഫെലോഷിപ്പ്. ഓക്കെ, അതും നമുക്ക് കിട്ടും. ഈ ഒറ്റ എക്സാമിനേഷനാണ് ഈ 3 കാറ്റഗറി വന്നേക്കുന്നത്. അപ്പോൾ സൈപ്രോയിൽ CSIRൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് നെറ്റ് ഏറ്റവും അത്യാവശ്യം ആർക്കായിരിക്കും വേണ്ടത്, നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിനായിരിക്കും അല്ലേ. നിങ്ങൾ പല സ്ഥലത്ത് പ്രോജക്റ്റ് അസോസിയേറ്റ് ആയിട്ടോ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടോ ഇനി PhD ചെയ്യുന്ന സ്റ്റുഡൻസിന് നെറ്റ് അത്യാവശ്യമായിരിക്കും അല്ലേ. കാരണം ചിലപ്പോൾ PhD ചെയ്യുന്നവർക്ക് PhD കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇക്വലന്റ് ടു നെറ്റ് എന്നുള്ള സംഭവം അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷെ എന്നാലും നമുക്കൊരു റെക്കഗ്നിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നെറ്റ് കൂടിയേ വരുള്ളൂ. നമുക്ക് നെറ്റ് എന്തായാലും വേണം. ഓക്കെ, കാരണം ഇപ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് നെറ്റ് നേടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല മോശം കേടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ PhD ചെയ്യുന്ന കുട്ടികളാണെങ്കിലും എങ്ങനെയെങ്കിലും നെറ്റ് എഴുതിയെടുക്കാൻ നോക്കുക അല്ലേ. അപ്പോൾ PhD ചെയ്യുന്നവർക്കും അതുപോലെ റിസർച്ച് ഫീൽഡിലും ഉള്ളവർക്കും ഏറ്റവും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പഠിക്കാൻ സമയമില്ല. തന്നെത്താനെയുള്ള പ്രിപ്പറേഷൻ ഒരിക്കലും പോസിബിൾ അല്ല അല്ലേ. കാരണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങും, എവിടെ തീർക്കും, അല്ലെങ്കിൽ ഇന്ന് പഠിച്ചത് എങ്ങനെ നമ്മൾ തീർക്കും. ഒരു ചാപ്റ്റർ തന്നെ തീർക്കാൻ തീരില്ല. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും ആദ്യം പഠിച്ചത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് മിക്കവരും ഇപ്പോൾ തന്നെത്താനെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1, 2, 3 ആഴ്ചയൊക്കെ പഠിക്കും, അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ 1 മാസം പഠിക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആകെ ബുദ്ധിമുട്ടാകും. അതായത് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള സ്ട്രെസ്സ് വരും. അപ്പോൾ സൈപ്രോയിൽ കോഴ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എഴുതിയെടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. നമ്മളൊരു കോപ്പി പേസ്റ്റ് ചെയ്ത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് റീഡ് ചെയ്യുന്ന കൂട്ടത്തെ ക്ലാസ് അല്ല സൈപ്രോയിൽ. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതായത് എല്ലാവരും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാലും നമുക്ക് എഴുതിയെടുത്ത് ഉള്ള രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഫുള്ള് നമുക്ക് പഠിക്കണം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 to 10 പഠിച്ചാൽ മതിയെങ്കിൽ കൂടി എന്തായിരിക്കണം, ചില ഏരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അത് നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് CSIRന് നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അല്ലേ. ലൈഫ് സയൻസ് പഠിച്ച ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില വീക്കർ കാറ്റഗറി ഉണ്ടാവും, ചിലവർ
പ്ലസ് പോയിന്റ് ഉള്ളവരുണ്ടാവും, അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. ഇപ്പോൾ ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ ബോട്ടണി സുവോളജി അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ ഏരിയ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബോട്ടണി സുവോളജി ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ സെൽ ബയോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബയോടെക്നോളജി ഒരു കോർ പേപ്പർ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ ഏത് ഫീൽഡ് പഠിച്ചവരാണെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വൽ സപ്പോർട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഏരിയ, നിങ്ങൾ വീക്കാണോ, എന്താണ് ഈ സബ്ജക്റ്റ് അറിയില്ല, അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ പഠിച്ചാൽ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് പ്ലാന്റ് ഫിസിയോളജി ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ആനിമൽ ഫിസിയോളജി ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് ബയോളജി ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷെ ചില സമയത്ത് എന്താ സംഭവിക്കുന്നത്, ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ആ ഏരിയയെ മുങ്ങിപ്പോവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ അറിയാലോ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ബയോളജിയിലൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ല, അതായത് നമ്മൾ പിന്നെ കോറായിട്ടുള്ള സെൽ ബയോളജിയിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പക്ഷേ ചില യൂണിറ്റ് മിസ്സായിരുന്നു, ബാക്കിയുള്ള യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് അഡീഷണൽ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ 14 എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റാത്ത വിധത്തിൽ പഠിക്കരുത് അല്ലേ. പഠിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ബി പാർട്ടാണെങ്കിലും സി പാർട്ടാണെങ്കിലും അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിച്ചെടുക്കണം. അപ്പോൾ സൈപ്രോ നിങ്ങൾക്ക് ഓരോരുത്തരെയും പഠിപ്പിച്ചെടുക്കുന്ന രീതിയിലെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാൻ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. പിന്നെ നമുക്ക് ലൈവ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ മൈക്രോബയോളജി പഠിച്ചവർക്ക് ചിലപ്പോൾ മോളിക്കുലർ ബയോളജി ഒക്കെ പഠിക്കാനായിട്ട് കുറച്ച് ടഫായിരിക്കും അല്ലേ. ചില കുട്ടികൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സുവോളജി ബോട്ടണി പഠിച്ചവർക്ക് അതുപോലെ തന്നെ അല്ലേ സെൽ ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചിലവർക്ക് ബോട്ടണി സുവോളജി ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പ്ലാന്റ് ടാക്സോണമി, ആനിമൽ ടാക്സോണമി അല്ലേ, എവല്യൂഷൻ, എക്കോളജി ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ കോറായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ എക്കോളജി, എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9048900024 കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പഠിക്കുക. കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബുക്സും നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് അല്ല, നമ്മൾ സെൽ ബയോളജി പഠിക്കുകയാണെങ്കിൽ നമ്മളത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേ പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ പ്ലാന്റ് ഫിസിയോളജി ആണെങ്കിലും നമുക്കിപ്പോൾ സിഗ്നലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണം. ചിലപ്പോൾ നമുക്കിപ്പോൾ സി പാർട്ടിലാണെങ്കിലും നമ്മൾ പഠിക്കണതിൻ്റെ അടുത്ത ലെവൽ ചിലപ്പോൾ ഒരു റിസർച്ച് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. അതും നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞ ശേഷം ബാക്കി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് CSIR കിട്ടിയേ തീരുള്ളൂ അല്ലേ. എങ്ങനെയെങ്കിലും MSc ഇപ്പോൾ നിങ്ങൾ MSc കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നവരായിരിക്കും. CSIR ഒക്കെ അല്ലേ, അതൊന്നും നമുക്ക് പറഞ്ഞ കാര്യമല്ല. അതൊക്കെ കുറേ പഠിക്കാനുള്ളവരായിരിക്കും. എനിക്കൊന്നും പറ്റില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നതായിരിക്കും അല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് സീനിയേഴ്സിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു കാര്യം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്നായിരിക്കും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടാക്കിയാൽ മതി. പറയുന്ന രീതിയിൽ തന്നെ പഠിച്ചോളണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേഗം ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. 1 ഇയർ കോഴ്സാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കും 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ലേ എന്ന്. അത് നമുക്ക് പറയാം, 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. CSIR എന്ന് പറഞ്ഞാൽ 14 യൂണിറ്റാണ് ഇനിയുള്ളത്. നമുക്ക് പാർട്ട് എയും കുറേയൊക്കെ പഠിക്കണം അല്ലേ. റീസണിങ്ങും കാര്യങ്ങളും കുറച്ച് കുഞ്ഞു മാത്സും കുഞ്ഞു ഫിസിക്സും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം പാർട്ട് എ. അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് 1 ഇയർ തന്നെ വേണം. ഇനി നമ്മുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു 6 യൂണിറ്റോ ഒരു 7 യൂണിറ്റോ ഒക്കെ നമ്മൾ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കൊരു 6 മാസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം അല്ലേ. എപ്പോഴും നമ്മൾ ഫുള്ള് കവർ ചെയ്ത് നന്നായിട്ട് ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കണമെങ്കിൽ 1 ഇയർ തന്നെ വേണം അല്ലേ. അതുപോലെ തന്നെ MScക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും വേണമെങ്കിൽ കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങാം. അപ്പം നിങ്ങളുടെ MSc പ്രിപ്പറേഷനും MScക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ?
കാരണം എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആണ് അല്ലേ, എല്ലാ ടോപ്പിക്കും വരുന്നുണ്ട്. നമുക്ക് ബയോടെക്നോളജി പഠിക്കണം അല്ലേ, ബയോടെക്നോളജി പുതിയ യൂണിറ്റ് ആണ്, സെൽ ബയോളജി പഠിക്കാനുണ്ട്, ബയോകെമിസ്ട്രി പഠിക്കാനുണ്ട്, പ്ലാന്റ് ഫിസിയോളജി പഠിക്കാനുണ്ട്, ആനിമൽ ഫിസിയോളജി പഠിക്കാനുണ്ട്, എക്കോളജി പഠിക്കാനുണ്ട്, എവല്യൂഷൻ പഠിക്കാനുണ്ട്, പുതിയതായിട്ട് വന്നേക്കുന്നത് എന്താണ്, പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്, പിന്നെ കുറച്ച് നമ്മുടെ എൻജിനീയറിംഗ് സെക്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണം. നമ്മുടെ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെത്തേഡ്സ് ഇൻ ബയോളജി, അതുകൂടാതെ ഇപ്പോൾ മൈക്രോബയോളജിയുടെയും ചെറിയ ചെറിയ ഏരിയാസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരണ കാര്യം സൈപ്രോ 8. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. 9048900024 കോൺടാക്ട് ചെയ്യുക.